മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. സ്കൂളുകളിലും ആശുപത്രികളിലും ഉൾപ്പെടെ ബലഹീനമായതും പൊളിച്ചു മാറ്റേണ്ടതുമായ കെട്ടിടങ്ങളുണ്ടെങ്കിൽ അവയുടെ വിവരം 2 ആഴ്ചയ്ക്കകം നൽകണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ദുരന്ത നിവാരണ അതോറിറ്റിക്കാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി ആന്റണി ജിസ് ജോർജ് ചേരുന്നുണ്ട്. ആന്റണി, ഒരു പക്ഷേ ഈ അടുത്തുണ്ടായ നിരവധി ദുരന്തങ്ങളുടെ ഒരു പശ്ചാത്തലത്തിലായിരിക്കണം ഈ ഒരു നിർദ്ദേശം ഇപ്പോൾ വന്നിരിക്കുന്നത്. സ്കൂളുകൾ കോട്ടയം മെഡിക്കൽ കോളേജിലെയും അതുപോലെ തന്നെ കോട്ടയത്തെ തന്നെ കൊല്ലം തേവലക്കരയിലെ സ്കൂളിലുണ്ടായ അപകടവുമെല്ലാം അതിൻ്റെ എല്ലാം പശ്ചാത്തലത്തിലാണോ ഇപ്പോൾ ഇത്തരത്തിലൊരു അടിയന്തര നിർദ്ദേശം വന്നിരിക്കുന്നത്? തീർച്ചയായും നമുക്കറിയാം, കഴിഞ്ഞ കാലങ്ങളിൽ ഈ അടുത്തടുത്ത കാലത്ത് നിരവധി സംഭവങ്ങൾ ഇതുമായി ഉണ്ടായിട്ടുണ്ട്. കോട്ടയത്ത് മെഡിക്കൽ കോളേജ് കെട്ടിടം തകർന്ന് ഒരു സ്ത്രീ മരിക്കുന്നു. അതുപോലെ തന്നെ വിവിധ ഇടങ്ങളിൽ സ്കൂൾ കെട്ടിടങ്ങളിലടക്കം ബലഹീനമായ സ്ഥിതിയുണ്ട്. ഇന്നിപ്പോൾ ആറന്മുളയിൽ ഒരു സ്കൂള് ഫിറ്റ്നസ് ഇല്ലാത്തതിനെ തുടർന്ന് റദ്ദാക്കുന്ന സാഹചര്യമുണ്ടായി. നേരത്തെ ആലപ്പുഴയിൽ കഴിഞ്ഞ ആഴ്ചകളിലാണ് ഒരു സ്കൂൾ കെട്ടിടം തകർന്നു വീണത്. അന്ന് കുട്ടികൾ അവിടെ ഉണ്ടാകാതിരുന്നത് കൊണ്ടാണ് അപകടം ഒഴിവായത്. ഈ സംഭവങ്ങൾക്കൊക്കെ പിന്നാലെ സംസ്ഥാനത്ത് വിവിധ കെട്ടിടങ്ങൾ ഇങ്ങനെ ബലഹീനമായി സർക്കാർ കെട്ടിടങ്ങൾ നിൽക്കുകയാണെന്നുള്ള വാർത്തകളൊക്കെ പുറത്തേക്ക് വന്നിരുന്നു. ഏതായാലും ഇന്നിപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഒരു ഉന്നതതല യോഗം മുഖ്യമന്ത്രി വിളിച്ചു ചേർത്തിരുന്നു. ആ ഉന്നതതല യോഗത്തിലാണ് ഇപ്പോൾ ഇത്തരമൊരു നിർദ്ദേശം മുഖ്യമന്ത്രി നൽകിയിരിക്കുന്നത്. അതായത് സ്കൂളുകൾ, ആശുപത്രികൾ എന്നിവിടങ്ങളിൽ ബലഹീനമായ കെട്ടിടങ്ങൾ ഉണ്ടാകും. അതുപോലെ തന്നെ പൊളിച്ചു മാറ്റേണ്ട കെട്ടിടങ്ങൾ ഉണ്ടാവും. ഈ കെട്ടിടങ്ങളുടെ എല്ലാം വിവരങ്ങൾ 2 ആഴ്ചയ്ക്കുള്ളിൽ നൽകണം എന്നുള്ളതാണ് പ്രധാനമായും മുഖ്യമന്ത്രി ദുരന്ത നിവാരണ അതോറിറ്റിക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഇത്രയും വേഗം തന്നെ ഇത് നൽകണം. അതുപോലെ തന്നെ പൊളിച്ചു മാറ്റേണ്ടവ എന്താണ്, അറ്റകുറ്റപ്പണി നടത്തേണ്ടത് ഏതൊക്കെയാണ്, ഇവ വേർതിരിച്ചായിരിക്കണം വിവരങ്ങൾ നൽകേണ്ടത്. അവധി ദിവസങ്ങൾക്ക് മുൻഗണന നൽകിക്കൊണ്ട് വേണം ഈ കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റേണ്ടത്. ഇത്തരത്തിൽ കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റേണ്ട കെട്ടിടങ്ങൾ ഉണ്ടെങ്കിൽ, സ്കൂളുകളിലെ കെട്ടിടങ്ങളൊക്കെ ആണെങ്കിൽ അത് അവധി ദിവസങ്ങൾക്ക് മുൻഗണന നൽകിയായിരിക്കണം ആ കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റേണ്ടത്. അതുപോലെ തന്നെ ഈ കെട്ടിടങ്ങൾ, ഈ ബലഹീനമായ കെട്ടിടം പൊളിച്ചു നീക്കിയാൽ, സ്കൂളിൻ്റെ ഒരു ബലഹീനമായ കെട്ടിടം പൊളിച്ചു നീക്കിയാൽ ആ കെട്ടിടങ്ങൾ വീണ്ടും പുതിയ കെട്ടിടം പണിയുന്നത് വരെ ക്ലാസുകൾ നടത്തുന്നതിനുള്ള സംവിധാനം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഒരുക്കണം. അതുപോലെ തന്നെ അൺഎയ്ഡഡ് സ്കൂളുകൾ കെട്ടിടങ്ങളുടെയും സുരക്ഷാ പരിശോധന ഇതോടൊപ്പം നടത്താൻ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചിട്ടുണ്ട്. സർക്കാർ കെട്ടിടങ്ങൾ മാത്രമല്ല, സർക്കാർ സ്കൂളുകളുടെ കെട്ടിടങ്ങൾ മാത്രമല്ല, അൺഎയ്ഡഡ് സ്കൂളുകളുടെ കെട്ടിടങ്ങൾ കൂടി പരിശോധിക്കണമെന്ന് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ കെട്ടിടങ്ങളുടെ, ഈ അപകടാവസ്ഥയിലായ കെട്ടിടങ്ങളുടെ വിവരങ്ങൾ രേഖപ്പെടുത്താനായി ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കും. ഈ ഇലക്ട്രിക് കാര്യങ്ങൾ പരിശോധിക്കാൻ ചീഫ് ഇലക്ട്രിക്കൽ ഓഫീസർ, തദ്ദേശ സ്വയംഭരണം, പൊതുമരാമത്ത് വകുപ്പ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയർമാർ ചേർന്ന പരിശോധനാ സംവിധാനം ഏർപ്പെടുത്തണമെന്നും യോഗത്തിൽ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചിട്ടുണ്ട്. റവന്യൂ മന്ത്രി കെ രാജൻ അടക്കമുള്ളവർ ഈ യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും നിർണായകമായ ഒരു നിർദ്ദേശം തന്നെയാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന്, മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. ശരി ആന്റണി, സ്കൂളുകളും കോളേജുകളും ആശുപത്രികളും ഉൾപ്പെടെ ബലഹീനമായതും പൊളിച്ചു മാറ്റേണ്ടതുമായ കെട്ടിടങ്ങൾ സർക്കാർ സ്ഥാപനങ്ങളിലുണ്ടെങ്കിൽ അവയുടെ വിവരം 2 ആഴ്ചയ്ക്കകം നൽകണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശം നൽകിയിരിക്കുന്നു. ദുരന്ത നിവാരണ അതോറിറ്റിക്കാണ് നിർദ്ദേശം നൽകിയത്. ഈയിടെ കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം പൊളിഞ്ഞു വീണതും അതുപോലെ തന്നെ കൊല്ലം തേവലക്കര ബോയ്സ് ഹൈസ്കൂളിൽ ഒരു 8ാം ക്ലാസ്സുകാരന് വൈദ്യുത കമ്പിയിൽ നിന്ന് ഷോക്കേറ്റതും അടക്കമുള്ള അപകടങ്ങളുടെ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് ഈ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ആന്റണി ജിസ് ജോർജാണ് വിവരങ്ങൾ നൽകിയത്.